തൊഴിലിടത്തിലെ ലൈംഗിക പീഡന ആരോപണത്തിൽ IT വ്യവസായിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വ്യവസായി വേണുഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഹണി ട്രാപ്പ് കേസിലെ പ്രതിയായ യുവതി നൽകിയ പരാതിയിലായിരുന്നു കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഏറെ ചർച്ചയായ സംഭവമാണ്. ആദ്യം വ്യവസായി ഒരു ഹണി ട്രാപ്പ് തന്നെ കുടുക്കിയെന്നൊരു പരാതി നൽകുന്നു. ആ പരാതിയിൽ പ്രതിയേർക്കപ്പെട്ട യുവതി തന്നെ തിരിച്ച് ലൈംഗികാതിക്രമത്തിന്റെ പരാതി കേസ് നൽകുന്നു. ഇപ്പോൾ ആ കേസിൽ വ്യവസായിക്ക് ജാമ്യവുമില്ല. ഗൂഗിൾ ഒരുപാട് നാടകീയ രംഗങ്ങൾ ഉണ്ടായ ഒരു സംഭവവികാസവും കേസും ഒക്കെയാണിത്. ആദ്യം വ്യവസായി തന്റെ പക്കൽ നിന്ന് ഹണി ട്രാപ്പിലൂടെ ഈ പരാതിക്കാരിയും ഭർത്താവും ചെന്ന് പണം തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതി നൽകിയതിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം അവർക്ക് ജാമ്യം ലഭിച്ച് പുറത്തു വന്നതിന് പിന്നാലെയാണ് അവർ ഈ വ്യവസായിക്കെതിരെ വേണുഗോപാലകൃഷ്ണനെതിരെ ഒരു പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസിൽ നൽകുന്നത്. തൊഴിലിടത്തിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറി, സ്ത്രീത്വത്തെ അവമാനിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് അന്ന് ഈ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. അതിൽ ഈ FIR റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യം വേണുഗോപാലകൃഷ്ണൻ ഹൈക്കോടതി സമീപിച്ചത്. അപ്പം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കും സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം, തൊഴിലിടത്തിൽ നടന്ന ഈ പ്രശ്നം അത് അതീവ ഗൗരവമുള്ളതാണ്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഉടമ തന്നെയാകുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ ഘട്ടത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് നിരീക്ഷിച്ചു. അങ്ങനെയാണ് വേണുഗോപാലകൃഷ്ണൻ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. വിഷ്ണു, ഈ യുവതിയുടെ പരാതിയിൽ എന്തെങ്കിലും നിയമ നടപടിയിലേക്ക് ഇതുവരെ, അല്ലെങ്കിൽ ഇയാളെ വിളിപ്പിക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക കാര്യത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ടോ? ഈ തുടർച്ചയായ കോടതി വ്യവഹാരങ്ങൾ ഒരു ഭാഗത്ത് വേണുഗോപാലകൃഷ്ണൻ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് മുന്നിൽ വെച്ചുകൊണ്ട് അത് സാവകാശം ലഭിക്കുകയാണ് അയാൾക്ക്. ഗൂഗിൾ, സ്വാഭാവികമായും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഒരു പ്രതി ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. പോലീസിന് അയാളെ അറസ്റ്റ് ചെയ്യാനോ വിളിച്ചു വരുത്താനോ നോട്ടീസിനൊക്കെ പോകാനോ നേരത്തെ സുപ്രീം കോടതി പ്രൊവിഷൻ പ്രകാരം സാധിക്കില്ല. അതുകൊണ്ട് പോലീസ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാമ്യ ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ വേണുഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡി എടുക്കാനൊക്കെ ഉള്ള അധികാരം പോലീസിന് ഉണ്ട്. പോലീസ് അതെങ്ങനെ വിനിയോഗിക്കുമെന്നാണ് കാത്തിരുന്ന് കാണാനുള്ളത്. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയാണോ അതോ കസ്റ്റഡിയിൽ എടുക്കുകയാണോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. സാധാരണ ഇത് പ്രത്യേകിച്ച് ജാമ്യ വകുപ്പ് അടക്കം ചുമത്തിയിട്ടുള്ള ഒരു കേസാണ്. ആ പശ്ചാത്തലത്തിൽ ഡയറക്റ്റ് കസ്റ്റഡിയിലേക്ക് പോവുകയാണോ, നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയാണോ എന്നുള്ളതാണ് ഇനി ശ്രദ്ധേയമായി നോക്കിക്കാണാനുള്ളത്. എന്നാലും പോലീസ് അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ എപ്പോൾ വേണമെങ്കിലും കസ്റ്റഡിയിലെടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അവർ അതിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കൂടുതലായി നിലനിൽക്കുന്നത്. ഗൂഗിൾ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.